അല്ല, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാലമായി ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാലോ. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചിലരുടെ പ്രസ്താവനകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിനിലൂടെ KSUവിൽ പ്രവർത്തിക്കുന്നവർക്ക് തോന്നുകയാണ് ഇവർ ആക്രമിക്കപ്പെടേണ്ടതാണ്, ഇവരെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല. നമുക്ക് ചിലരെ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ നാലിനം പൊട്ടിക്കാൻ തോന്നുന്ന നിലയിലേക്കുള്ള ചില വികാരങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? അതുപോലുള്ള ഒരു വ്യക്തിയാണ് ഇവരെന്ന് തോന്നുന്ന നിലയിലേക്ക് തുടർച്ചയായി ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നു. ഇവരുടെ വീട്ടിൽ റീത്ത് വെക്കുകയാണ് ഏതാനും ദിവസം മുമ്പ്. നമ്മൾ എപ്പോഴാണ് റീത്ത് വെക്കുക? ജീവിക്കുന്ന മനുഷ്യൻ്റെ മേത്ത് നമ്മൾ റീത്ത് വെക്കുമോ? ജീവിക്കുന്ന മനുഷ്യരുള്ളൊരു വീട്ടിൽ നമ്മൾ റീത്ത് വെക്കുമോ? ഇത് വീണ ജോർജ് മരണപ്പെട്ടിട്ടില്ല. ശ്രീമതി വീണ ജോർജ് ജീവിക്കുന്നുണ്ട്. ശ്രീമതി വീണ ജോർജ് ജീവിക്കുന്ന വീടാണത്. അപ്പോൾ ആ വീട്ടിൽ പോയി റീത്ത് വെക്കുകയാണ്. അപ്പോൾ ശ്രീമതി വീണ ജോർജ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റീത്ത് വെക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അതായത് ശ്രീമതി വീണ ജോർജ് ജീവിക്കാൻ അർഹയല്ല എന്നാണ് അത് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളെ മരിച്ചതിന് തുല്യമാക്കുന്ന നിലയിലേക്കുള്ളൊരു പ്രവർത്തനം നടത്തിയാൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ പ്രവർത്തനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ആ പ്രവർത്തനത്തെ തള്ളിപ്പറയുകയും ഇത്തരം പ്രവർത്തനം ജനാധിപത്യപരമല്ല എന്ന് പറയുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യുന്നതിന് പകരം അത്തരം പ്രവർത്തനങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അത് പിന്നീട് മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ളൊരു ഉത്തേജനമായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ച് കാലമായി ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ തുടർച്ചയായി നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത്തരം ആക്രമണം. അതിന് ബന്ധപ്പെട്ടവർ തിരുത്തേണ്ടവരെ തിരുത്തണം, മാപ്പ് പറയേണ്ട നിലപാട് സ്വീകരിക്കണം. പ്രതിപക്ഷ നേതാവ് പറയുന്നത് മന്ത്രിക്കെതിരെ കയ്യേറ്റം ഉണ്ടായിട്ടില്ല, മറിച്ച് മന്ത്രി പ്രതിഷേധക്കാർക്ക് നേരെ പോകുന്നതാണ്, പോയി ബഹളം ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അല്ല, ഞാൻ കേട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ്. ഞാൻ എപ്പോൾ പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം, ഇതിൽ പരിശോധന നടത്തി തെറ്റ് തിരുത്താനാണ് ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടത്. ഇത് ജനാധിപത്യപരമായ പ്രക്ഷോഭ രീതിയല്ല. ഇന്നിപ്പം 6ഓളം ഇടങ്ങളിൽ ഈ കണ്ണൂരിലെ പരിപാടി ഉണ്ടായിരുന്നു. ഈ 6 സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം കുറെ കൂടി സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ വന്നിട്ടുള്ള ഈ കൊട്ടേഷൻ സംഘങ്ങളെപ്പോലെ വന്ന 3, 4, 5 ആളുകൾ അടിച്ച് ശരിപ്പെടുത്തി പോലീസ് വകവരുത്തി അവരുടെ മേത്ത് റീത്ത് വെക്കണമായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ലല്ലോ. ഒരു മന്ത്രി, അത് എക്സോർവൈ ഒരു വ്യക്തി, ആ വ്യക്തി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ചാടി വീണ് ശാരീരികമായി അവരെ ആക്രമിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ മന്ത്രി ആക്രമിക്കപ്പെടുന്നു. അത് ശരിയാണോ എന്നുള്ള പരിശോധനയാണ് നടക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ടവർ മാപ്പ് പറയണം. തെറ്റായ നിലപാട് സ്വീകരിച്ചവരെ പരിശോധിച്ച് നടപടിയെടുക്കണം. അത് അവരെ തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. അവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് തുടർച്ചയായി ആരോഗ്യമന്ത്രിക്കെതിരെയും കേരളത്തിലെ LDF സർക്കാരിനെതിരെയും നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. മനുഷ്യൻ്റെ മനുഷ്യത്വം തീരെ ഇല്ലാത്ത നിലയിൽ ചോർന്നു പോകുന്ന ഇതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ. അതാണ് നമ്മളിതിലൂടെ കാണേണ്ടത്. കേരളം ഇന്നുവരെ കാണാത്ത ഒരു സംഭവമാണിത്. ഒരു മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു തെറ്റായ കാര്യമല്ല, ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇത് ഒരു ജനാധിപത്യപരമായ പ്രതിഷേധമല്ല, ഇതൊരു തെറ്റായ രീതിയാണ്. ഈ രീതി ബന്ധപ്പെട്ടവർ തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാണ്. തുടർന്നാൽ എന്തായിരിക്കും? അല്ല, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഇത്തരം പ്രതിഷേധങ്ങൾ തുടരാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കുറയുന്ന പണി കോൺഗ്രസ് നേതൃത്വം ഇനിയും സ്വീകരിക്കും തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ആളുകൾക്കിടയിൽ, ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഒരാൾ പറഞ്ഞ ചർച്ച, പ്രതിപക്ഷമാകുമ്പോൾ തന്നെ ഇങ്ങനെ, എന്നാൽ ഇവരൊക്കെ ഭരണത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന ചർച്ചയാണ്. അപ്പോൾ തിരുത്തേണ്ടത് തിരുത്തണം, മാപ്പ് പറയാൻ തയ്യാറാവണം. അല്ല, ഞാനത് CPMൻ്റെ കാര്യം പറയേണ്ടത് CPMൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. സ്വാഭാവികമായും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ വരും. അങ്ങനെ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ കോഴിക്കോട് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി പ്രകടനമുണ്ട് എന്ന് നേരത്തെ ഒരു സഖാവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു. വൈകുന്നേരം എന്തോ 7 മണിക്കോ മറ്റോ ഒരു വലിയ പ്രതിഷേധ പ്രകടനമുണ്ട്, കേരളത്തിലാകെയുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. നൂലിൽ കെട്ടി ഇറക്കിയ ആളല്ലല്ലോ ശ്രീമതി വീണ ജോർജ്. 2016 ആറന്മുള മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു. 2021 വീണ്ടും ആറന്മുള മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു. അതിന് ശേഷം മന്ത്രിസഭയിൽ അവരെ മന്ത്രിയായി തിരഞ്ഞെടുത്തു. അത് ജനാധിപത്യപരമാണ്. അപ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിക്കും ഈ നാട്ടിൽ ജീവിക്കണം. ഈ നാട്ടിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. അതിൻ്റെ കൂടെ എല്ലാ മനുഷ്യസ്നേഹികളും നിൽക്കണം. ആ മനുഷ്യസ്നേഹികളുടെ പട്ടികയിൽ തീർച്ചയായും വീണ ജോർജിന് വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരുമായ മനുഷ്യരുണ്ട്. ആ മനുഷ്യരാരും ഇത് ഇഷ്ടപ്പെടില്ല. കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം ആളുകൾ ഈ പ്രവൃത്തിയോട് യോജിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അടിയന്തരമായി അധികം സമയം വൈകാതെ തന്നെ തെറ്റ് ചെയ്തവർക്കെതിരെ സംഘടനാ നടപടി കൈക്കൊള്ളാനും മാപ്പ് പറയാനും ബന്ധപ്പെട്ടവർ തയ്യാറാകും.